ലോകത്തിലെ ഏറ്റവും വലിയ ഐലൻഡായ ഗ്രീൻലൻഡാണ് അടുത്ത സൂപ്പർ പവർ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പറയുക? Competition appears to be brewing. China. Moscow's military reach continues to expand. മഞ്ഞിനാൽ മൂടപ്പെട്ട ഈ ഒരു ഐലൻഡിൻ്റെ പേര് മാത്രമായിരിക്കും നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവുക. മറ്റ് രാജ്യങ്ങൾക്കോ ചരിത്രത്തിലോ ഈ ഒരു രാജ്യത്തിന് അത്ര വലിയ പ്രാധാന്യമൊന്നും തന്നെയില്ല. എന്നാൽ വളരെ പെട്ടെന്ന് ഈ ഒരു രാജ്യം ഈ ഒരു അവസ്ഥയിൽ നിന്നും മാറി ഒരു സൂപ്പർ പവറായി മാറും. പറയുമ്പോൾ മെക്സിക്കോയേക്കാൾ വലിയൊരു രാജ്യം, എന്നാൽ 56,000 ആളുകൾ മാത്രമാണ് ഗ്രീൻലൻഡിൽ താമസിക്കുന്നത്. ഗ്രീൻലൻഡിൻ്റെ കോസ്റ്റൽ ഏരിയാസിലാണ് 100% പോപ്പുലേഷൻ അധിവസിക്കുന്നത്. കാരണം 80% ഗ്രീൻലൻഡും ഐസിനാൽ മൂടപ്പെട്ടതാണ്. എന്നാൽ അമേരിക്ക 2020 ഇവിടെ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് സ്ഥാപിച്ചു. ഇതിനു പുറമെ ചൈന എയർപോർട്ട് കൺസ്ട്രക്ഷനും ഗ്രീൻലൻഡിൽ ആരംഭിച്ചു. നാറ്റോ ഒഫീഷ്യൽസ് വീണ്ടും ഗ്രീൻലൻഡിലേക്ക് യാത്ര ചെയ്യുന്നു. ഇത്ര പെട്ടെന്ന് എങ്ങനെ ഗ്രീൻലൻഡിന് ഇത്ര ഇമ്പോർട്ടൻസ് ലഭിച്ചു അറിയാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. കഴിഞ്ഞ 100 വർഷത്തെ മനുഷ്യ ചരിത്രം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. അതായത് സമുദ്രം ആരാണോ കൺട്രോൾ ചെയ്യുക അയാളായിരിക്കും അടുത്ത സൂപ്പർ പവറായി ഇമർജ് ആവുക. എന്നാൽ ഇന്നത്തെ വൻശക്തികൾ വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു സമുദ്രമുണ്ടെങ്കിൽ അത് ആർട്ടിക് ഓഷനാണ്. നൂറ്റാണ്ടുകളായി മഞ്ഞിനാൽ മൂടപ്പെട്ട ആർട്ടിക് ഓഷനിൽ ആർക്കും തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഗ്ലോബൽ വാർമിംഗ് മൂലം ഈ ഒരു സമുദ്രത്തിൻ്റെ സിറ്റുവേഷൻ തന്നെ മാറി മറിയുന്നു. ഗ്ലോബൽ വാർമിംഗ് ഈ ഒരു സമുദ്രത്തിലെ ഐസിനെ പൂർണ്ണമായും മെൽറ്റ് ചെയ്യുകയും പുതിയ വാട്ടർ റിസർവ്സ് കണ്ടെത്താൻ സഹായിക്കുകയും കൂടാതെ പുതിയ സൂപ്പർ പവറുകളെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആർട്ടിക് ഓഷനിലേക്കുള്ള ഗേറ്റ് വേ ആണ് ഇന്ന് നാം കാണുന്ന ഗ്രീൻലൻഡ് എന്നത്. ഇത് ആർട്ടിക് സോണിൻ്റെ ഉള്ളിലാണ്. അതായത് ആർക്കെങ്കിലും ആർട്ടിക് ഓഷനിലേക്ക് പോകണമെങ്കിൽ അത് ഗ്രീൻലൻഡ് വഴിയായിരിക്കും പോകാൻ കഴിയുക. ഗ്രീൻലൻഡിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി USA കോൾഡ് വാറിൻ്റെ സമയത്ത് തന്നെ മനസ്സിലായിരുന്നു. സോവിയറ്റ് യൂണിയനിൽ നിന്നുമുള്ള അറ്റാക്കിനെ ഡിറ്റക്റ്റ് ചെയ്യാനായി പല മിലിറ്ററി ബേസസുകളും അന്ന് അവർ ഗ്രീൻലൻഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. പിന്നീട് കോൾഡ് വാറിൻ്റെ അവസാനമായപ്പോഴേക്കും ഈ മിലിറ്ററി ബേസസുകളെല്ലാം അമേരിക്ക വിടുകയാണ് ചെയ്തത്. എന്നാൽ ഗ്ലോബൽ വാർമിംഗ് മൂലം എത്ര പെട്ടെന്നാണോ ഐസുകളെല്ലാം മെൽറ്റാകുന്നത് അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഇന്ന് ഗ്രീൻലൻഡിന് ലഭിക്കുന്നത്. ആർട്ടിക് ഓഷനിലെ ഐസ് മെൽറ്റാകുന്നത് കൊണ്ട് തന്നെ ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഇത് വളരെ വലിയ ചേഞ്ചാണ് വരുത്താൻ പോകുന്നത്. പ്രധാനമായും വന്നിട്ടുള്ളത് 3 പ്രധാന മാറ്റങ്ങളാണ്. അതിനു മുൻപ് തന്നെ ഗ്രീൻലൻഡിൻ്റെ ലൊക്കേഷനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യൂറോപ്പിനും അമേരിക്കയ്ക്കും കാനഡയ്ക്കും റഷ്യയ്ക്കും ഇടയിലായാണ് ഗ്രീൻലൻഡ് സ്ഥിതി ചെയ്യുന്നത്. കാനഡ തൻ്റെ നോർത്തേൺ വെസ്റ്റ് റീജിയനിലെ മുഴുവൻ ഭാഗങ്ങളും തങ്ങളുടെ സീ റൂട്ടാണ് എന്ന് ക്ലെയിം ചെയ്യുന്നു. അതുപോലെ മറ്റൊരു വശത്ത് റഷ്യ ഈ ഒരു ആർട്ടിക് ഓഷൻ മുതൽ നോർത്ത് പോൾ വരെയുള്ള റീജിയൻ തങ്ങളുടെ സീ റൂട്ടാണ് എന്ന് ക്ലെയിം ചെയ്യുന്നു. റഷ്യ ഇവിടെ ഒരു മിലിറ്ററി ബേസും ഇന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. ഏത് സ്പീഡിലാണോ ഇന്ന് ഐസ് മെൽറ്റാകുന്നത് അതുപോലെ തന്നെ പുതിയ ഒരു സീ റൂട്ട് ക്രിയേറ്റ് ആകും. ഇതിനെ നോർത്തേൺ സീ റൂട്ട് എന്നായിരിക്കും വിളിക്കുക. ഇത് യൂറോപ്പിനെയും ഈസ്റ്റ് ഏഷ്യയെയും വളരെ പെട്ടെന്ന് തന്നെ കണക്റ്റ് ചെയ്യും. ഇന്ന് നിങ്ങൾ നോക്കുകയാണ് എങ്കിൽ യൂറോപ്പിനെയും ഈസ്റ്റ് ഏഷ്യയെയും കണക്റ്റ് ചെയ്യുന്ന റൂട്ട് എന്നത് സൂയിസ് കനാലാണ്. എന്നാൽ ഇതിനെ അപേക്ഷിച്ച് പുതുതായി വരാൻ പോകുന്ന റൂട്ട് എന്നത് വളരെ ഷോർട്ടായിരിക്കും. ഇത് ആരുടെ കൺട്രോളിലായിരിക്കുമോ അവർക്കായിരിക്കും കൂടുതൽ പണമുണ്ടാക്കാൻ കഴിയുക. റഷ്യയ്ക്ക് ഈ ഒരു പ്രദേശത്തിൻ്റെ കൺട്രോൾ ലഭിക്കാതിരിക്കുവാൻ വേണ്ടി USA തങ്ങളുടെ നേവി ഫോഴ്സിനെ പെട്രോളിങ്ങിനായി ഇങ്ങോട്ടേക്ക് അയക്കുന്നു. നോൺ ആർട്ടിക് കൺട്രിയായ ചൈനയ്ക്കും ഈ ഒരു പ്രദേശത്തിനോട് വളരെ വലിയ തോതിലുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. ഇവർ ഈ ഒരു പ്രദേശത്ത് വളരെയധികം ആക്റ്റീവാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാന കാരണം റഷ്യയുമായി ഇവർ ഉണ്ടാക്കുന്ന സിൽക്ക് റോഡാണ്. അടുത്തൊരു റീസണാണ് ഗ്രീൻലൻഡിലെ ഈ ചെറിയ നഗരമായ നാർസാക്ക്. ലോകത്തിലെ തന്നെ 35% റയർ മിനറൽസും നിങ്ങൾക്ക് ഈ ഒരു പ്രദേശത്ത് കാണുവാൻ കഴിയും. നാം ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ വിധത്തിലുമുള്ള ടെക്നോളജിക്കൽ എക്യുപ്മെൻറ്റ്സിലും നിങ്ങൾക്ക് ഈ മിനറൽസിൻ്റെ സാന്നിധ്യം കാണുവാൻ കഴിയും. കൂടാതെ തന്നെ സയൻറ്റിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ മറ്റ് റിസർവ്സും ഇവിടെയുണ്ട്. എങ്ങനെയാണോ ഐസ് മെൽട്ടാകുന്നത് അതനുസരിച്ച് ഇന്നേ വരെ നാം കാണാത്തതും ഡിസ്കവേർഡ് ആവാത്തതുമായ പല മിനറൽസും നമുക്ക് ഈ ഒരു പ്രദേശത്തു നിന്നും കണ്ടെത്തുവാൻ കഴിയും. നൂറ്റാണ്ടുകളായി തൻ്റെ ഉള്ളിൽ മറച്ചു വെച്ച നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഒരു വലിയ റിസർവ് തന്നെയാണ് ഇന്ന് ഗ്രീൻലൻഡിൽ ഡിസ്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് ഗ്രീൻലാൻഡ് ഡെൻമാർക്കിൻ്റെ കൺട്രോളിലാണ്. എന്നാൽ ഡെൻമാർക്കിനേക്കാൾ കൂടുതൽ ഈ ഒരു രാജ്യം തങ്ങളുടേതാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ചൈനയും USA യുമാണ്. ഡെൻമാർക്ക് ഗവൺമെൻറ്റിനെ ഇവർ വളരെ വലിയ തോതിലാണ് പ്രഷറൈസ് ചെയ്യുന്നത്.
USA ഒരു കാര്യം നന്നായിട്ട് അറിയാം. ചൈന ഈ ഒരു പ്രദേശത്ത് കാലെടുത്ത് വെക്കുകയാണ് എങ്കിൽ ഇവിടെയുള്ള റെയർ മിനറൽസ് എല്ലാം തന്നെ അവരുടെ കയ്യിലാകും. ഓൾറെഡി 70-80% റെയർ മിനറൽസ് ഇവരാണ് മാനുഫാക്ചർ ചെയ്യുന്നതും കൂടാതെ സപ്ലൈ ചെയ്യുന്നതും. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഗ്രീൻലൻഡിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ പിന്നിലാണ്. ഇതിൻ്റെ കാരണം ഗ്രീൻലൻഡിൻ്റെ ജിയോഗ്രഫി തന്നെയാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ മഞ്ഞിനാൽ മൂടപ്പെട്ട പ്രദേശങ്ങളും വളരെ വലിപ്പമേറിയ പർവ്വതങ്ങളും ഗ്രീൻലൻഡിലുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഗ്രീൻലൻഡ് പ്രൈം മിനിസ്റ്റർ ചൈനയിലേക്ക് ഒരു യാത്ര നടത്തി. എന്തിനായിരുന്നു എന്നറിയാമോ? അതായത് ഗ്രീൻലൻഡിൽ ഒരു എയർപോർട്ട് കൺസ്ട്രക്ട് ചെയ്യുക. ഓൾറെഡി ചൈനയ്ക്ക് ഈ ഒരു പ്രദേശത്തോട് കണ്ണുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ USA ഇത് അത്രയ്ക്ക് ഇഷ്ടമായില്ല. ഇവരുമായിട്ടുള്ള ഡീൽ ക്യാൻസൽ ചെയ്യാൻ ഡെൻമാർക്കിനെ ഇവർ പ്രഷറൈസ് ചെയ്തു. വിത്തിൻ മന്ത്സ് ഈ ഒരു പ്രൊജക്റ്റ് ക്യാൻസലായി. USA ഡെൻമാർക്കിന് ഫണ്ട് കൊടുക്കുകയും ഡെൻമാർക്ക് അത് ഗ്രീൻലൻഡിന് കൊടുക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ ഗ്രീൻലൻഡും ചൈനയും മറ്റൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. ഇത് മൈനിങ് എഗ്രിമെൻ്റ് ആയിരുന്നു, സിങ്ക് ആൻഡ് ലെഡ് മൈനിങ്. ഇതും വളരെ പെട്ടെന്ന് തന്നെ ക്യാൻസലായി. അതായത് ഇവിടെയും കൈ വന്നത് USA തന്നെയാണ്. അമേരിക്ക ഈ ഒരു പ്രദേശത്തിനായി ഫണ്ടിങ് നടത്തിയത് $650 മില്യൺ ആണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, രണ്ട് വൻശക്തികൾ ഒരു പ്രദേശത്തിന് വേണ്ടി എന്തെല്ലാമാണ് ചെയ്തു കൂട്ടുന്നതല്ലേ. അതായത് ഈ രണ്ട് രാജ്യങ്ങളും ഗ്രീൻലൻഡിന് വേണ്ടി ഇപ്പോഴും കടിപിടി കൂടുകയാണ്. ഇതിൽ ആര് വിജയിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. കൂടാതെ തന്നെ ഗ്രീൻലൻഡിൽ തൻ്റെ മിലിറ്ററി ബേസസുകളും റീസെൻ്റ്ലി USA എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിച്ചാൽ ട്രംപ് ഒരു പബ്ലിക് സ്പീച്ചിങ്ങിൽ ഈ ഒരു പ്രദേശത്തെ വാങ്ങുന്നതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഗ്രീൻലൻഡിനെ മുഴുവനായി തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരിക. അത് പിന്നീട് പല പൊളിറ്റിക്കൽ റീസൺസും കാരണം നടക്കാതെ വരികയാണ് ചെയ്തത്. എങ്ങനെയാണോ ലോകം മാറി മറിയുന്നത് അതനുസരിച്ച് പുതിയ പുതിയ സീ റൂട്ടുകൾ ഉണ്ടായി വരും. പുതിയ പുതിയ രാജ്യങ്ങൾ സൂപ്പർ പവറുകളായി ഇമർജാകും. അങ്ങനെ നോക്കുമ്പോൾ ഗ്രീൻലൻഡിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഇവിടെയുള്ള ലോക്കൽ ജനങ്ങളോട് നിങ്ങൾ ചൈനയെപ്പറ്റി ചോദിച്ചാൽ അവർക്ക് ചൈനയോട് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ട് തന്നെ ഫിഷിങ്ങിൻ്റെയും ടൂറിസത്തിൻ്റെയും കാര്യത്തിൽ USA ഭാഗത്തു നിന്ന് ഇത്രയധികം ബ്ലോക്കിംഗ് ഉണ്ടായിട്ട് പോലും ഒരു ചൈനയുടെ ഡോമിനേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ലിറ്ററലി ഗ്രീൻലാൻഡ് ഈസ് അമേസിങ്. ഇതിനെ കൺട്രോൾ ആരായിരിക്കുമോ ചെയ്യുക അവരായിരിക്കും അടുത്ത വേൾഡ് സൂപ്പർ പവർ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓളിൽ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. പരമാവധി വീഡിയോ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.